ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അയോണിക ബന്ധനത്തെക്കുറിച്ച് അഥവാ അയോണിക് ബോണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എല്ലാവരും പോയിട്ട് അത് വായിച്ചിട്ടെന്ന് വിശ്വസിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തത് പറയാൻ പോകുന്നത് നമുക്ക് പെട്ടെന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊവാലൻ ബോണ്ടിങ് അഥവാ സഹസംയോജക ബന്ധനം. എന്താണ് കൊവാലൻ ബോണ്ടിങ്, എങ്ങനെയാണ് കൊവാലൻ ബോണ്ടിങ് ഉണ്ടാവുന്നത്, മനസ്സിലായോ? ഏതൊക്കെ ആറ്റങ്ങളാണ്, ഏതൊക്കെ മോളിക്യൂൾസാണ് കൊവാലൻ ബോണ്ടിങ്സ് പൊതുവെ കാണിക്കാറ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊവാലൻ ബോണ്ടിങ്ങിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കണം, നമ്മൾ ഫ്ലൂറിൻ F2, ക്ലോറിൻ Cl2, ഓക്സിജൻ O2, നൈട്രജൻ N2, ഇങ്ങനെയല്ലേ നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്ക്, ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? നമുക്കെല്ലാവർക്കും അറിയാം, ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 9 ആണ് അല്ലേ. ഫ്ലൂറിൻ 9, അറ്റോമിക് നമ്പർ ഇവിടെ എഴുതുക 9. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 2, നമുക്കെല്ലാവർക്കും അറിയാം 7 അല്ലേ. 7 × 9. അപ്പോൾ ഫ്ലൂറിന് എത്ര ഇലക്ട്രോൺ വേണം? ഒക്ടറ്റ് ഫോർമേഷന് വേണ്ടിയിട്ട് എത്ര ഇലക്ട്രോൺ വേണം? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നമുക്ക് 8 ഇലക്ട്രോൺ വേണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് 1 ഇലക്ട്രോണും കൂടി വേണം. അപ്പം ഇവിടെ 1 ഇലക്ട്രോൺ വേണം കേട്ടോ, മനസ്സിലാക്കുക. കാണുന്നുണ്ടത് 1 2 3 4 5 6 7. ഈ ഫ്ലൂറിന് ഇതെന്താണ്? ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറാണ്. F2 അല്ലടാ, വേറൊരു ഫ്ലൂറിനും കൂടി ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 9 തന്നെയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 7. ആ ഫ്ലൂറിൻ്റെ ഡോട്ട് വരയ്ക്കുകയാണെങ്കിൽ 2 4 6 7. അപ്പോൾ ഈ 2 ഫ്ലൂറിനും അടുത്തടുത്ത് വന്നു. ഈ ഫ്ലൂറിനും വേണം 1 ഇലക്ട്രോണ്, ഈ ഫ്ലൂറിനും വേണം 1 ഇലക്ട്രോൺ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ തമ്മിൽ അങ്ങോട്ട് സംസാരിച്ച് ഞാനൊരു ഇലക്ട്രോൺ അങ്ങോട്ട് തരാം, ഈ 2 ഇലക്ട്രോണ് ഇങ്ങോട്ട് തരൂ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഷെയറിങ് നടക്കുകയാണ്, മനസ്സിലായോ? അപ്പോൾ ഈ ഫ്ലൂറിന് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഇങ്ങോട്ട് നീക്കി വെക്കും, ഈ ആക്കും കൂടി എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ ഫ്ലൂറിനോ ഇങ്ങോട്ട് നീക്കി വെക്കും, മനസ്സിലായോ? അപ്പം ഈ 2 ഫ്ലൂറിൻ തമ്മിൽ കമ്പൈൻ ചെയ്തു. അപ്പോൾ ഈ ഫ്ലൂറിൻ എന്ത് ചെയ്യും? ഇതിൻ്റെ ഇങ്ങനെ വരയ്ക്കുക, 3 ഇലക്ട്രോൺ വരും. അപ്പോൾ 2 4 6 8. ഇതിൻ്റെ അഷ്ടം പൂർത്തിയായി, ഒക്ടറ്റ് കോൺഫിഗറേഷൻ പൂർത്തിയായി. ഇതെന്ത് വരും? ഇതിങ്ങനെ ഷെയർ ചെയ്യും. അങ്ങനെ 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യാണ്. 2 ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഇടയിൽ 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യാണ്. എ പെയർ ഓഫ് ഇലക്ട്രോൺ, അങ്ങനെ പറയാം, മനസ്സിലായോ? ഒരു പെയർ, ഒരു ജോഡി ഇലക്ട്രോണിനെയാണ് 2 ഫ്ലൂറിനും തമ്മിൽ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഷെയർ ചെയ്തുണ്ടാവുന്ന ബന്ധനത്തിനെയാണ് സഹസംയോജക ബന്ധനം അഥവാ കൊവാലൻ ബോണ്ടിങ് എന്ന് പറയുന്നത്, മനസ്സിലായോ? ഇവിടെ നമ്മൾ ഈ 2 എലമെൻസും തമ്മിൽ കൂടി ചേർന്ന് F2 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൂറിൻ ആറ്റം മോളിക്യൂൾസ് ഉണ്ടായത്. അത് എങ്ങനെയുണ്ടായത്? ഒരു പെയർ ഓഫ് ഇലക്ട്രോണാണ് എന്ത് അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ അവർ വിളിക്കുന്ന പേരാണ് എന്ത്? സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് അഥവാ ഏകബന്ധനം. സിംഗിൾ ബോണ്ട് കേട്ടോ, ഏകബന്ധനം, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായടാ. ഫ്ലൂറിൻ എന്നുള്ളൊരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9 ആണെന്നും അതിന് അഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒക്ടറ്റ് കോൺഫിഗറേഷൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് 1 ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ടെന്നും, അങ്ങനെ F2 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് എങ്ങനെ ഉണ്ടാവുന്നതാണ് ഈ പറഞ്ഞത്. നമ്മൾ 2 ഫ്ലൂറിൻ ആറ്റം അവർ തമ്മിൽ തീരുമാനിക്കുക, ഞാനൊരു ഇലക്ട്രോൺ ഇടാം. നമ്മൾ ഷെയറിംഗ് എന്നൊക്കെ പറയില്ല, നമ്മൾ
ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എത്രയോ ബില്ല് 1000 രൂപയാണെന്നുണ്ടെങ്കിൽ 10 ആൾക്കാരുണ്ടെങ്കിൽ 100 രൂപ വെച്ച് ഇങ്ങനെ ഷെയർ ചെയ്യും. ആ മൊത്തത്തിൽ ആ ബില്ല് എന്ത് ചെയ്യും, ബില്ല് ക്ലോസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അയോണിക ബന്ധനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എൻ്റെ അടുത്തുള്ള ഇപ്പം നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്തുള്ള പൈസ ഉപയോഗിച്ച് ഞാൻ മറ്റവന് ഫുഡ് വാങ്ങി കൊടുക്കുകയാണ്. മനസ്സിലായോ? അതാണ് അയോണിക ബന്ധം. കോവാലൻ ബന്ധം എന്ന് പറഞ്ഞാൽ 200 രൂപേൻ്റെ ഫുഡ് നമ്മൾ രണ്ടാളും കഴിച്ചിട്ടുണ്ടെങ്കിൽ 2 പേര് കഴിച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപ വെച്ച് രണ്ടാൾക്കാരും ഷെയർ ചെയ്യുക. അങ്ങനെയാണ് എന്ത് കോവാലൻ ബോണ്ടിങ് വരുന്നത് കേട്ടോ. സഹസംയോജക ബന്ധനം അഥവാ കോവാലൻ ബോണ്ടിങ്. അപ്പോൾ ഫ്ലൂറിൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്ത എക്സാമ്പിൾ കാണാൻ പോകുന്നത് ആരതാണ്? ക്ലോറിൻ. ക്ലോറിൻ നമുക്കെല്ലാവർക്കും അറിയാം. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ക്ലോറിൻ അറ്റോമിക് നമ്പർ കാണാതെ പഠിക്കണം കേട്ടോ. അറ്റോമിക് നമ്പർ പഠിക്കണം. ടെക്സ്റ്റിൽ തന്നെ പഠിച്ചാൽ കൂടുതലും പറയും. ക്ലോറിൻ അറ്റോം നമുക്ക് എത്രയാടാ? 17 അല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എത്രയാണ് ഇലക്ട്രോണിക്? 2, 8, 7. ക്ലോറിൻ എന്ത് വേണം? അഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്ടറ്റ് കോൺഫിഗറേഷൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് 1 വേണം. അപ്പോൾ ക്ലോറിൻ എങ്ങനെയാണ് നിൽക്കുക? ഒറ്റയ്ക്ക് നിൽക്കില്ലല്ലോ. ഒറ്റയ്ക്ക് നിൽക്കാൻ ക്ലോറിന് കഴിയില്ലല്ലോ. 2, 8, 7 എവിടെ 1 വേണം. ക്ലോറിന് Cl2 ആയിട്ടാണ് നിൽക്കുക. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ക്ലോറിൻ്റെ എങ്ങനെയാണ്? 2, 4, 6 ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ. ഇവിടുത്തെ ക്ലോറിനും അതേപോലെ തന്നെ 2, 4, 6 1 ഇവിടെ. അപ്പോൾ വല്ല എന്ത് ചെയ്യും? പോലെ നിങ്ങൾ സംസാരിച്ച് തീരുമാനമാക്കും. ഞാനും ഷെയർ ചെയ്യുക, നീയും ഷെയർ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരും. സിംഗിൾ ബോണ്ട്. ഇവിടെയും എന്ത് കാരണം ക്ലോറിന് സിംഗിൾ ബോണ്ട് ആയിരിക്കും. മനസ്സിലായോ? ഭയങ്കര സിമ്പിളാണ്. ആ പിന്നെ അറ്റോമിക് നമ്പർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ എഴുതാനും ഒക്ടറ്റ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ എളുപ്പമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കെമിസ്ട്രി പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആദ്യം ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി നമ്മൾ അടുത്ത എക്സാമ്പിൾ നോക്കടാ. ഓക്സിജൻ്റെ കാര്യം നോക്കി. നമ്മൾ ഓക്സിജൻ എങ്ങനെയാണ് നിൽക്കുക? O2 ആയിട്ടാണ് നിൽക്കുക. അതെങ്ങനെയാണ് O2 വരുന്നത് നമുക്ക് നോക്കാം. ഓക്സിജൻ എന്താണ്? O2 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 അല്ലേ? 6 അല്ലടാ? 2, 4 6 ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്. 6 ആണ്. 2, 4 ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എടുക്കണമെങ്കിൽ ഓക്സിജൻ ഇതാക്കുന്നത് 2, 4, 6 2, 4, 6. ഓക്കെ. ഇലക്ട്രോൺ ഡോട്ട്സിനുള്ള അവസാനത്തെ മാത്രമേ വരക്കുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഓക്സിജൻ്റെ അഷ്ടം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ട്? ഇവിടെ എത്ര? 4 ഉള്ളൂ. 4 കൂടി ആവശ്യമില്ലടാ. 8 അല്ലേ ഇവിടെ വേണ്ടത്? ഇവിടെയും 4 വേണം. അപ്പം എന്ത് ചെയ്യും? അപ്പം 2 ഇവിടെ എത്ര ഉണ്ട്? ഇവർക്ക് ഒക്ടറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ട് ഓക്സിജന്. ഇവർക്കും 4 വേണം, ഇവർക്കും 4 വേണം. അപ്പോൾ ഇവർ നമ്മൾ സംസാരിച്ച് എന്താക്കും? 2 ഞാൻ വെക്കാം, ഈ ഓക്സിജൻ വെക്കും. 2 ഈ ഓക്സിജനും വെക്കും. ഈ 2 ഇലക്ട്രോണെ ഇങ്ങോട്ട് വെക്കും. അപ്പോൾ എന്ത് ചെയ്യും? മൊത്തത്തിൽ ഇവർ ഷെയർ ചെയ്യും. ഇങ്ങനെ വരും. അപ്പോൾ എത്ര? ഈ ഓക്സിജൻ എത്രയായി? 2, 4 ഈ 4 കൂടി ഇട്ട് 8 സ്റ്റേബിളായി. ഇതിന് എത്ര? 2, 4 8 സ്റ്റേബിളായി. ഇതിനെ നമ്മൾ 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ? നോക്ക്, 2 ജോഡി ഇല്ലേ? ഇതൊരു ജോഡി, ഇതൊരു ജോഡി. അപ്പോൾ 2 ഷെയർ ചെയ്യുമ്പോൾ നമ്മളതിനെ പേരിനെ വിളിക്കുന്നതാണ് ഡബിൾ ബോണ്ട് അഥവാ ദ്വിബന്ധനം. ഡബിൾ ബോണ്ട് മനസ്സിലായോ? ദ്വിബന്ധനം അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് എന്ന് നമ്മൾ ഇതിനെ പേരിട്ട് വിളിക്കും. ഓക്സിജൻ ഡബിൾ ബോണ്ടാണ്. ക്ലോറിന് ഫ്ലൂറിനൊക്കെ എന്ത് ചെയ്യും? സിംഗിൾ ബോണ്ടാണ്. നമ്മൾ ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കാം. നൈട്രജൻ. നൈട്രജൻ അറ്റോമിക് നമ്പർ എത്രയാടാ?
5 അല്ലേ? അപ്പോൾ എത്ര? 2 3. ഇവിടെ എത്രയാണ്? നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവൂലേ. സിമ്പിളാണ്. നൈട്രജൻ്റെ ഇലക്ട്രോൺ ഡോട്ട് കോൺഫിഗറേഷനിൽ എത്ര ഉണ്ട്? 5. ഇവിടുത്തെ നൈട്രജനിൽ എത്രയാണ്? 5. അറ്റോമിക് നമ്പർ 5 ആണ്. 5 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ. ഔട്ടർ മോസ്റ്റിൽ എത്ര ഉണ്ട്? 3 എണ്ണേ ഉള്ളൂ. 3 എണ്ണം. കണ്ടോ? എത്ര എണ്ണം വേണം ഇനി കോൺഫിഗറേഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട്? എത്ര ഇലക്ട്രോണിൻ്റെ ആവശ്യം കൂടി ഉണ്ട്? 5 ഇലക്ട്രോണും കൂടി വേണ്ടേ? 5 ഇലക്ട്രോൺ ആയാലല്ലേ ഇതാവുള്ളൂ, ഒക്ടറ്റ് ഫോം ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ ഇവിടുന്ന് 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. 3 എണ്ണം ഷെയർ ചെയ്യും കേട്ടോ. ബാക്കിയുടെ 2. ഈ 3 എണ്ണം അവർ ഇങ്ങോട്ടും കൊടുക്കും. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് എത്ര? 6 ഇലക്ട്രോണെ കിട്ടും. ഓൾറെഡി 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പം എന്ത് ചെയ്യും? ഒക്ടറ്റ് ഫോം ചെയ്യും. ട്രിപ്പിൾ ബോണ്ട് 3 പേരുണ്ട്. അപ്പോൾ അതിനെ വിളിക്കണ പേരാണ് ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധം. ത്രിബന്ധമല്ല, ത്രിബന്ധനം. ഓക്കെ. അപ്പോൾ നൈട്രജന് ട്രിപ്പിൾ ബോണ്ടാണ്. ട്രിപ്പിൾ ബോണ്ടിന് എങ്ങനെയാണ് ത്രിബന്ധനാണ്. ത്രിബന്ധനം എങ്ങനെയാണ് വന്നതെന്നൊക്കെയാണ് നമ്മൾ വരച്ച് എഴുതി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കൺഫ്യൂഷൻ ആവരുത്. നൈട്രജൻ്റെ 5 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഔട്ടർ മോസ്റ്റ് സെല്ലിൽ 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇനി 5 എണ്ണം കൂടിയും വേണം. അപ്പോൾ 5 എണ്ണം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നോക്കേണ്ടത് കേട്ടോ. 3 എണ്ണം 2 എണ്ണം 2 ടീമും കൊടുത്താൽ മൊത്തം 6 എണ്ണം കിട്ടി. അപ്പോൾ 2 എണ്ണം ഇവിടെ ഉണ്ട്. അപ്പോൾ 6ഉം 2ഉം 8 അങ്ങനെ ഒക്ടറ്റ് ഫോം ചെയ്യും. മനസ്സിലായോ? സംശയം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം. ചോദിക്കാൻ ആരും മടിക്കരുത്. സാർമാരെ അറിയിക്കണം കേട്ടോ. അതാണെന്ത്? കോവാലൻ ബോണ്ടിങ്. മനസ്സിലായോ? ഇലക്ട്രോൺ ഇവിടെ കണ്ടു, ഇലക്ട്രോൺ പങ്കുവെക്കല്ലേ ചെയ്യുന്നത്. ഇലക്ട്രോൺ പങ്കുവെക്കൽ മൂലമുണ്ടാകുന്ന ബന്ധത്തെയാണ് എന്ത്? സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇലക്ട്രോൺ പങ്കുവെക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെ സഹസംയോജക ബന്ധനം എന്ന് പറയുന്നു. അഥവാ ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് വെൻ as a result of sharing of electron. Chemicals bond formed as a result of sharing of electrons are called എന്താണ്? covalent bonding. covalent bonding. മനസ്സിലായോ? ടെക്സ്റ്റ് ബുക്ക് വായിക്കണം കേട്ടോ. കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അത്രയേ ഉള്ളൂ. വേറൊരു കുഴപ്പമില്ല കേട്ടോ. കൺഫ്യൂഷൻ ആകേണ്ട കാര്യങ്ങളൊന്നുമില്ല. തുടക്കം മുതലേ പഠിച്ച ആൾക്കാർക്ക് ഭയങ്കര എളുപ്പാട്ടോ. ഇനി വ്യത്യസ്ത ആറ്റങ്ങൾ തമ്മിലുള്ള സഹസംയോജക ബന്ധനം എങ്ങനെയാണ് നമുക്ക് നോക്കാം. വി ക്യാൻ ഡിസ്കസ് അബൌട്ട് കോവാലന്റ് ബോണ്ടിങ് ഹാപ്പൺ ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് ആറ്റംസ്. എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് HCl. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്താണ്? ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ എത്രയാടാ? 1 അല്ലേ? ക്ലോറിൻ്റെ എത്രയാണ്? 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 1. ഇവിടെ എത്രയാണ്? 2 8 7. ക്ലോറിന് എത്ര ഇലക്ട്രോൺ വേണം അഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്? നോക്ക്, 1 ഇലക്ട്രോൺ വേണം. ഹൈഡ്രജന് അഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എത്ര വേണം? 1 ഇലക്ട്രോൺ പോരെ. കാരണം ഹൈഡ്രജൻ്റെ ആദ്യത്തെ ഷെല്ലിൽ തന്നെ എത്രയുള്ളൂ? 1 ഇലക്ട്രോൺ ഉള്ളൂ. അവിടെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ് ഒറ്റ ഷെല്ലിൽ? 2 ആണ്. 8 ആണെന്ന് വിചാരിക്കരുത് കേട്ടോ, 2 ആണ്. അപ്പം ഹൈഡ്രജന് 1 കിട്ടിയാൽ മതി, ഹൈഡ്രജനും സാറ്റിസ്ഫൈ ആവും. ക്ലോറിൻ 1 കിട്ടിയാൽ ക്ലോറിനും ഓക്കെയാണ്. അപ്പം എന്ത് ചെയ്യും? ഹൈഡ്രജൻ പറയും ഇതിൻ്റെ ഇലക്ട്രോൺ ഞാനൊന്ന് ഇവിടെ വെക്കാം. ക്ലോറിൻ പറയും ഓക്കെ എൻ്റേത് ഞാനൊന്ന് ഇവിടെ വെക്കാം. ഹൈഡ്രജൻ സാറ്റിസ്ഫൈ, ക്ലോറിൻ സാറ്റിസ്ഫൈഡായി, തൃപ്തിയായി. അപ്പോൾ അവർ തമ്മിൽ എന്ത് ബോണ്ട് ഉണ്ടാവും? ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടാവും. മനസ്സിലായോ? ശരി, എപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും
അല്ലെങ്കിൽ കുടുംബ ബന്ധമോ എന്ത് ബന്ധമായിക്കോട്ടെ സ്ട്രോങ് അതിനായിരിക്കും കോവാലൻ ബോണ്ടിങ് അഥവാ സഹസംയോജക ബന്ധനത്തിനായിരിക്കും സ്ട്രോങ്. കാരണം അവർ ഷെയർ ചെയ്യണം. എൻ്റെ ഇലക്ട്രോണ് ഞാൻ ഇങ്ങോട്ട് വെക്കാം, അവിടുന്ന് ഇങ്ങോട്ടും വെക്കാം. ഓക്കെ, അപ്പോൾ രണ്ടിടത്തുനിന്നും ഈക്വലായിട്ടുള്ള ഒരു പാർട്ട്നേഴ്സ് ഉണ്ടാവുമ്പോൾ, ഒരു കൊടുക്കലുണ്ടാവുമ്പോൾ അവിടെ ഒരു സ്ട്രോങ് ബന്ധം ഉണ്ടാവും അല്ലേ. അയോണിക ബന്ധനത്തിൽ എന്താണുള്ളത്? ഒരാളങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, വാങ്ങുന്ന ആൾക്കാർ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. മനസ്സിലായി? അത് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആർക്കായാലും മടുക്കൂലേ? ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയാണെന്ത് വ്യത്യസ്ത മൂലകങ്ങൾ തമ്മിലുള്ള സഹസംയോജക ബന്ധനം ഇങ്ങനെയാണ് വരിക. മനസ്സിലായോ? ഇവിടെ പങ്കുവെക്കുന്ന ഇലക്ട്രോൺ ജോഡികളുടെ എത്രയാണ്? ഒറ്റ പെയറാണ് കേട്ടോ. ഉണ്ടാവുന്ന ബോണ്ട് എന്താണ്? ഏകബന്ധനമാണ് ഉണ്ടാവുന്നത് കേട്ടോ. സിംഗിൾ ബോണ്ടാണ് ഉണ്ടാവുന്നത്. ഹൈഡ്രജൻ നമുക്കറിയാം, ക്ലോറിനൊക്കെ നമുക്കറിയാം കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഡിസ്കസ് ചെയ്തതാണ്. വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. കാർബൺ ടെട്രാക്ലോറൈഡ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സഹസംയോജക ബന്ധനം അഥവാ കോവാലൻ ബോണ്ടിങ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ എഴുതാം. കാർബൺ അറ്റോമിക് നമ്പർ എത്രയാണ്? 4 അല്ലേ? കാർബൺ എത്രയാടാ? കാർബൺ അറ്റോമിക് നമ്പർ 4. ക്ലോറിൻ എത്രയാണ്? 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര? 2 7. ഇവിടെ എത്ര? 2 2. അങ്ങനെയല്ലേ വരിക? അപ്പോൾ നോക്ക്, കാർബണ് എത്ര ഇലക്ട്രോൺ വേണം? ഇനി നമ്മൾ അഷ്ടം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കാർബൺ എത്ര ഇലക്ട്രോൺ വേണം? 2 ഉള്ളൂ രണ്ടാമത്തേതിൽ. അപ്പോൾ എത്ര എണ്ണം? 6 എണ്ണം വേണ്ടേ? കാർബണിന് 6 എണ്ണം വേണം. ക്ലോറിന് എന്താ വേണ്ടത്? ക്ലോറിന് 1 മതി അല്ലേ? കാർബൺ ടെട്രാക്ലോറൈഡ് ആണ്. ഇവിടെ 4 ക്ലോറിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും? ക്ലോറിന് 4 ക്ലോറിനില്ലേ? അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് വേണ്ടേ? അപ്പോൾ നമ്മൾ ഇതെങ്ങനെ എഴുതുക? കാർബൺ 4 ക്ലോറിൻ 1 2 3 4 ക്ലോറിൻ ഉണ്ട്. ക്ലോറിൻ്റെ എത്രയാണ്? 7 എണ്ണം. ക്ലോറിൻ 1 വെച്ചു, കാർബൺ ഇങ്ങോട്ടൊന്ന് വെച്ചു. കാർബണിന് 4 ആറ്റം ഉള്ളത് കേട്ടോ. 4 അല്ലേ? 4 എണ്ണം ഉണ്ട്. ഔട്ടർ മോസ്റ്റിൽ അവസാനത്തിൽ 4 ഇലക്ട്രോൺ ഉണ്ട് മൊത്തത്തിലായിട്ട്. അപ്പോൾ ക്ലോറിൻ ഇങ്ങോട്ടൊന്ന് വെച്ചു. 1 2 3 4 5 6 2 3 4 5 6 1 2 3 4 5 6. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടാവും. ക്ലോറിൻ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈഡ് ആയി. ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കും. ക്ലോറിൻ എന്താവും? സാറ്റിസ്ഫൈഡ് ആയി. 8 എണ്ണം ആയില്ലടാ. ഇവിടെ ഒരു ബോണ്ട് ഉണ്ടായിട്ട് ക്ലോറിന് സാറ്റിസ്ഫൈഡ് ആയി. ഇവിടെ ഒരു ബോണ്ട് ഉണ്ടായിട്ട് ക്ലോറിന് സാറ്റിസ്ഫൈഡ് ആയി. കാർബൺ എത്ര ഉണ്ട്? 2 4 6 8. 8 എണ്ണത്തിനെയും കാർബൺ സ്വീകരിച്ചുകൊണ്ട് കാർബൺ എന്തായി? അഷ്ടം പൂർത്തീകരിച്ചു. അതാണെന്ത്? കാർബൺ ടെട്രാക്ലോറൈഡ്. ഇവിടെ എത്ര ഇതാണ് ഷെയർ ചെയ്യുന്നത്? ഓരോ ക്ലോറിനായിട്ടും ഓരോ പെയർ ഓഫ് ഇലക്ട്രോൺ ആണെന്ത് ഷെയർ ചെയ്യുന്നത്. ഓരോ ക്ലോറിനായിട്ടും എന്ത് ബോണ്ട് ഉണ്ടാവുന്നത്? സിംഗിൾ ബോണ്ടാണ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ കോൺഫിഗറേഷൻ വരക്കാനും അതിൻ്റെ എത്ര എത്ര ജോഡി ഇലക്ട്രോണൊക്കെ ആയിട്ടാണ് ബോണ്ട് ചെയ്യുന്നതൊക്കെ അതിൽ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. Compounds formed by covalent bonding are known as covalent compounds. സഹസംയോജക ബന്ധനം മൂലമുണ്ടാകുന്ന സംയോജങ്ങളെ സഹസംയോജക സംയുക്തങ്ങളെന്ന് വിളിക്കും കേട്ടോ. കോവാലൻ ബോണ്ടിങ് മൂലം ഉണ്ടാകുന്ന
കോമ്പൗണ്ടുകളെ കോവാലൻ ബോണ്ടിങ് എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ പിന്നെ അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. കോമ്പൗണ്ട്സ് ഫൗണ്ട് ബൈ കോവാലൻ ബോണ്ടിങ് ആർ കാൾഡ് കോവാലൻ കോമ്പൗണ്ട്സ്. വെൻ നോൺ മെറ്റൽസ് കമ്പൈൻസ് ടുഗദർ യൂഷ്വലി കോവാലൻ ബോണ്ടിങ്സ് ആർ ഫോംഡ്. നോൺ മെറ്റൽസ് എന്ന അലോഹ മൂലകങ്ങൾ കൂടുതലായിട്ടും കോവാലൻ ബോണ്ടിങ് ആണെന്ത് ഫോം ചെയ്യുക. മനസ്സിലായോ? സഹസംയോജക ബന്ധനം വഴി മൂലമുണ്ടാകുന്ന സംയുക്തങ്ങളെ സഹസംയോജക സംയുക്തങ്ങൾ അഥവാ കോവാലൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സാധാരണയായി സഹസംയോജക ബന്ധനമാണ് ഉണ്ടാവുന്നത്. ഇത്രയും കാര്യങ്ങളുള്ളൂ എന്ത് കോവാലൻ ബോണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. കോവാലൻ ബോണ്ടിങ് എന്താണെന്നും എങ്ങനെയാണ് കോവാലൻ ബോണ്ടിങ് ഉണ്ടാവുന്നതെന്നും ഒരു ഇലക്ട്രോൺ ഒരു പിന്നെ ആറ്റം എങ്ങനെയാണ് കോവാലൻ ബോണ്ടിങ്ങിലോട്ട് പങ്കെടുക്കുന്നതെന്നും ഡബിൾ ബോണ്ട് എന്താണ്, ട്രിപ്പിൾ ബോണ്ട് എന്താണ്, സിംഗിൾ ബോണ്ടാണ്, അതായത് ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. കോവാലൻ കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കാം. ഇലക്ട്രോനെഗറ്റിവിറ്റി അതേതടാ? സഹസംയോജക ബന്ധനത്തിൽ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ പഠിച്ചു HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആ HCl എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. HCl എന്നുള്ള കോമ്പൗണ്ട് എടുക്കുമ്പോൾ, സംയുക്തം എടുക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലായിട്ടുണ്ട് എന്താണ്, ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണ് കൊടുത്തു, ക്ലോറിൻ ഇലക്ട്രോൺ കൊടുത്തു, പോലെ ഷെയർ ചെയ്താണ് HCl ഉണ്ടായത്. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഷെയർ ചെയ്ത ഇലക്ട്രോണെ അങ്ങോട്ട് ഒരു ശക്തിയുള്ള ഒരാൾ അങ്ങോട്ട് ഷെയർ ചെയ്യും, അങ്ങോട്ട് വലിക്കും. ആ വലിക്കുന്ന പവറാണെന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ രണ്ട് ആളുകൾ തമ്മിൽ ഈക്വലായിട്ട് ഷെയർ ചെയ്ത ഒരു സാധനം ഒരാൾ കൂടുതലായിട്ട് അടുത്തേക്ക് വലിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇത് സെൻറ്ററിൽ നടുവിലല്ല ഇത് നിൽക്കുക. HCl എന്നുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഈ പെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോണ്, ഈ ഇലക്ട്രോണിൻ്റെ ജോഡി ക്ലോറിനിലോട്ട് കുറച്ചും കൂടി ചേർന്നിട്ടാണ് നിൽക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്ലോറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി പവർ കൂടുതലാണ്. ഹൈഡ്രജനെ അപേക്ഷിച്ച് ക്ലോറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി പവർ കൂടുതലായതുകൊണ്ട് ഈ ക്ലോറിൻ ആറ്റം അല്ലെങ്കിൽ ക്ലോറിൻ എലമെൻറ്റ് അതിൻ്റെ ഇലക്ട്രോൺസിനെ പെയർ ചെയ്ത ഇലക്ട്രോൺസിനെ കൂടുതലായിട്ട് അങ്ങോട്ട് വലിക്കും. മനസ്സിലായോ? അതാണ് എന്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ലീനസ് പോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റിൻ്റെ തിയറിയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് കേട്ടോ. ലീനസ് പോളിംഗ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതാണെന്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി അതിൻ്റെ വാല്യൂസ് ചെയ്തിട്ടുള്ള ചാർട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം പഠിക്കൊന്നും വേണ്ട, പക്ഷേ നിങ്ങൾ പഠിക്കേണ്ടത് ഫ്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ അതിൻ്റെയൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇപ്പം ഹൈഡ്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രയാണ്? 2.20 ആണ്. ക്ലോറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്? ക്ലോറിൻ 3.16. ഇത് രണ്ടും കുറച്ചാൽ കിട്ടുന്ന വാല്യൂ എത്രയാണ്? എത്രയാടാ? കുറക്കാനറിയണം കേട്ടോ. 1.74. മനസ്സിലായോ? ഇവിടെ നമ്മളുണ്ടാണ് ബോണ്ട് എന്താണ്? അയോണിക് ബോണ്ടല്ലേ? അയോണിക് ബോണ്ടാണ് ഇവിടെ ഉണ്ടാവുന്നത്. മനസ്സിലാക്കേണ്ടത് രണ്ട്
എലമെൻറ്റിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി, ക്ലോറിൻ ആറ്റത്തിൻ്റെയും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി അതിൻ്റെ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 1.7 കൂടുതലുണ്ടെങ്കിൽ അത് അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. 1.7 കൂടുതലുണ്ടെങ്കിൽ അയോണിക് ആയിരിക്കും. 1.7 കുറവാണെങ്കിൽ എന്തില്ല, ഗ്രേറ്റർ ദാൻ 1.7 ആണെങ്കിൽ അയോണിക് കോമ്പൗണ്ടും ലെസ് ദാൻ 1.7 ആണെങ്കിൽ കോവാലൻറ്റ് കോമ്പൗണ്ടും ആയിരിക്കും. മനസ്സിലായോ? അത് മനസ്സിലാക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞെന്നുള്ളൂ, അത് കൂടുതലായിട്ട് സ്ട്രൈക്ക് ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. മനസ്സിലായോ? അതാണെന്ത്, ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ള ആറ്റം ഏതാണ്? ഫ്ലൂറിൻ ആണെന്ത്, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിട്ടുള്ള ആറ്റം. പീരിയോഡിക് ടേബിൾസ് വെച്ച് നോക്കുമ്പോൾ ഫ്ലൂറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആറ്റത്തിനാണെന്ത്, ഇലക്ട്രോനെഗറ്റിവിറ്റി പവർ കൂടുതൽ. അപ്പോൾ ഫ്ലൂറിനായിട്ട് ഏതെങ്കിലും ബാക്കിയുള്ള ആറ്റംസ് കോമ്പൗണ്ട്സ് ആകാൻ വേണ്ടി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൂറിൻ കൂടുതലായിട്ട് ഇലക്ട്രോണെ അടുത്തേക്ക് ഇങ്ങനെ വലിക്കും. മനസ്സിലായോ? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്, അപ്പോൾ ഫ്ലൂറിൻ അടുത്തോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇലക്ട്രോനെഗറ്റിവിറ്റി അത്രയേ ഉള്ളൂ. കാര്യം മനസ്സിലാക്കുക, ടെക്സ്റ്റ് ബുക്ക് പോയിട്ട് നന്നായിട്ട് വായിക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ആ ടേബിളിലുള്ള കുറച്ച് വാല്യൂസ് നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തതായിട്ട് പോളാർ നേച്ചർ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പോളാർ നേച്ചർ. എന്താണ് പോളാർ നേച്ചർ എന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റിനെ കുറിച്ച് പറഞ്ഞില്ലടാ. ഇപ്പോൾ ഈ ഹൈഡ്രജൻ, ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ ഇവരിലൊന്നും ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ടാവില്ല. കാരണം രണ്ടും ഒരേ ആറ്റമാണ്, രണ്ടുപേർക്കുള്ള പവർ ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് സെൻറ്ററിൽ നിൽക്കും. ഇലക്ട്രോൺ എന്തായിരിക്കും, ഈ പെയർ ചെയ്ത ഇലക്ട്രോണ് കറക്റ്റായിട്ട് സെൻറ്ററിലായിരിക്കും. അങ്ങോട്ടും വലിവുണ്ടാവില്ല, അങ്ങോട്ടും വലിവുണ്ടാവില്ല. മനസ്സിലായോ? അത് തുല്യമായി ആകർഷിക്കും കേട്ടോ. പങ്കുവയ്ക്കുന്ന ഇലക്ട്രോണുകൾ തുല്യമായിട്ട് ആകർഷിക്കും. പക്ഷേ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോടാ, HCl, ഹൈഡ്രജൻ ക്ലോറൈഡ്. HCl എങ്ങനെയാണ്? ക്ലോറിൻ. HCl ഇങ്ങനെയല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ വലിവ്, ഈ ഇലക്ട്രോണിൻ്റെ വലിവ് ഇങ്ങോട്ടേക്കാരം. ക്ലോറിൻ ഇങ്ങനെ അങ്ങോട്ട് വലിക്കും. അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു ചാർജ് അവിടെ ഫോം ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് പഠിച്ചില്ലടാ, നമ്മൾ അയോണിക് ബന്ധനത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇലക്ട്രോൺ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു ചാർജ് ഫോം ചെയ്യും. ക്ലോറിനാണ് അങ്ങോട്ട് വലിക്കുന്നത് അല്ലേ? ഹൈഡ്രജൻ്റെയും കൂടി ഇലക്ട്രോൺ ക്ലോറിൻ വലിക്കുമ്പോൾ ഇവിടെ ഡെൽറ്റ നെഗറ്റീവ് എന്നുള്ള ചാർജ് വരും. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റായിട്ട് ഡെൽറ്റ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് വരും. മനസ്സിലായോ? അതാണെന്ത് പോളാർ നേച്ചർ എന്ന് പറഞ്ഞാൽ. ഒരു ചാർജ് കിട്ടുക. പോളാർ എന്ന് ഉദ്ദേശിക്കുക എപ്പോഴും നമ്മൾ എന്താണ്, ചാർജ് ചെയ്യിക്കാരം. അപ്പോൾ ഒരു ചാർജ് ഉണ്ടാവും. ആ ചാർജ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ചിട്ട് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ എന്താണ്, ദ ക്ലോറിൻ ആറ്റം ഹാവ് ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി കമ്പയർഡ് ടു ഹൈഡ്രജൻ ആറ്റം. So electrons shared in between the hydrogen and chlorine atoms are attracted towards the chlorine atoms. മനസ്സിലായോ? Because of their high electronegativity nature. ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ കൂടുതലായതുകൊണ്ട് ക്ലോറിൻ ഇവർ രണ്ട് പേരിലും കൂടി ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോണ് ക്ലോറിൻ അങ്ങോട്ട് വലിക്കും, കൂടുതലായിട്ട് വലിക്കും. അപ്പോൾ ക്ലോറിൻ ഒരു ഡെൽറ്റ നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ ഹൈഡ്രജന് ഡെൽറ്റ പോസിറ്റീവ് ചാർജ് കിട്ടും. അതിനാണ് എന്ത് പറയുന്നത്, പോളാർ നേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം നമ്മളെ വാട്ടർ H2O പോളാറാണ്, പോളാർ നേച്ചറാണ്. അമ്മോണിയ NH3 ഇതിൻ്റെ ഒരു ജിയോമെട്രിക്കൽ ഷേപ്പും കൂടിയും
ഇതിന് പിന്നെ കാരണമാകുന്നുണ്ട് കേട്ടോ. ജിയോമെട്രിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ജാമിതീയ ആകൃതി, ജിയോമെട്രിക്കൽ ഷേപ്പും ഇതിന് കാരണക്കാരനാവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ H2O ഷേപ്പ് എങ്ങനെയാണ്? ഓക്സിജൻ ഇങ്ങനെ വരിക. അപ്പം ഓക്സിജനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഹൈഡ്രജനിലേറെ. അപ്പം ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഇത് അങ്ങോട്ട് ഇങ്ങനെ വലിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഡെൽറ്റ 2- ഡെൽറ്റ പ്ലസും ആവും കേട്ടോ. ഒരു ചാർജ് ഫോം ചെയ്യും. ഇവിടെ 2- ആണ് രണ്ടിൻ്റെയും ഉണ്ട്, അതാണ്. ഇവിടെ നൈട്രജൻ എന്ത് ചെയ്യും? 3 ഹൈഡ്രജൻ ഉണ്ട് കേട്ടോ, ഇങ്ങനെ വരിക. അപ്പം ഇത് നൈട്രജനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കമ്പയർഡ് ടു ഹൈഡ്രജനിലേറെ. അപ്പോൾ നൈട്രജൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഇങ്ങനെ വലിക്കും. അപ്പോൾ ഇവിടെ ചാർജ് ഉണ്ടാവും ഡെൽറ്റ 3-. ഇവിടെയൊക്കെ ഡെൽറ്റ പ്ലസ്, ഡെൽറ്റ പ്ലസ്, ഡെൽറ്റ പ്ലസ്. മനസ്സിലായോ? അത്രയുള്ള എന്തേ പോളാർ നേച്ചറിൽ പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള കോമ്പൗണ്ട്സ്, such compounds having partial electric charge within the molecules are called polar compounds. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇങ്ങനെയുള്ള സംയുക്തങ്ങളെ, ചാർജുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? പോളാർ സംയുക്തങ്ങൾ എന്ന്. അത്രേ ഉള്ളൂ കേട്ടോ. എക്സാമ്പിൾ കുറേ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എക്സാമ്പിളായിട്ട് വേറെ എക്സാമ്പിളാണ് വാട്ടർ, അമ്മോണിയൊക്കെ പോളാർ കോമ്പൗണ്ട്സ് ആണെന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാർട്ട് ഉണ്ട് കേട്ടോ. ഒരു ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ടെക്സ്റ്റ് ബുക്കിലൊരു ചാർട്ട് ഉണ്ട്. അയോണിക് കോമ്പൗണ്ടും കോവാലൻ കോമ്പൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതിന് ഒരു ചാർട്ട് ഉണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് പറയുന്നുണ്ട് പ്രോപ്പർട്ടീസ് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വണ്ണ് എന്താണ്? അയോണിക് കോമ്പൗണ്ട് സ്റ്റേറ്റ്, അവസ്ഥ എന്താണ്? അയോണിക് കോമ്പൗണ്ട്സ് മെയിനായിട്ട് കൂടുതലായിട്ടും സോളിഡ് ആയിരിക്കും. അതായത് ഖരം രൂപത്തിലായിരിക്കും അയോണിക് കോമ്പൗണ്ട്സ്. കോവാലൻ കോമ്പൗണ്ട്സോ സഹസംയുക്തങ്ങൾ എങ്ങനെയായിരിക്കും? എക്സിസ്റ്റിംഗ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ്. ഖരത്തിലും ഉണ്ടാവും, ദ്രാവകത്തിലും ഉണ്ടാവും, വാതകത്തിലും നിൽക്കും. സോലിബിലിറ്റി ഇൻ വാട്ടർ, വെള്ളത്തിൽ എങ്ങനെയാണ്? ജലത്തിലെ ലയനം എങ്ങനെയാണ്? ജനറലി സോലിബിൾ ഇൻ വാട്ടർ, അയോണിക് ആണെങ്കിൽ എന്താകും? വെള്ളത്തിൽ അലിയുന്നതാണ്. കോവാലൻ കോമ്പൗണ്ട്സ് എങ്ങനെയാണ്? വെള്ളത്തിൽ അലിയൂല. ജനറലി ഇൻസോലിബിൾ ഇൻ വാട്ടർ, സോലിബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്സ് ലൈക്ക് കെറോസിൻ, കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് ബെൻസീൻ. മനസ്സിലായോ? ജലത്തിൽ പൊതുവെ ലയിക്കുന്നില്ല. ഓർഗാനിക് ലായനത്തിൽ, അതായത് മണ്ണെണ്ണ, ബെൻസീൻ തുടങ്ങിയ ലായനങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സഹസംയുക്തങ്ങൾ ലയിക്കുള്ളൂ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുത ചാലകത എങ്ങനെയാണ്? കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഇൻ അക്യൂസ് ആൻഡ് മോൾട്ടൺ സ്റ്റേറ്റ്. ലായനി ആയിരിക്കുമ്പോഴും ഉരുകിയ അവസ്ഥയിലാണെങ്കിലും വൈദ്യുതിനെ അയോണിക് കോമ്പൗണ്ട്സ് കടത്തിവിടും. കോവാലൻ സഹസംയുക്തങ്ങൾ എങ്ങനെ? ജനറലി നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിനെ കടത്തിവിടൂല കോവാലൻ കോമ്പൗണ്ട്സ്. മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ്, ദ്രവാണകം അഥവാ തിളനില, അതൊക്കെ എന്താണെന്ന് നോക്കുക. അയോണിക് കോമ്പൗണ്ട്സിൽ വളരെ കൂടുതലായിരിക്കും, കോവാലൻ കോമ്പൗണ്ട്സിൽ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് എന്ത്? അയോണിക് കോമ്പൗണ്ട്സും കോവാലൻ കോമ്പൗണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് അയോണിക ബന്ധത്തെക്കുറിച്ചും അയോണിക ബന്ധനത്തെക്കുറിച്ചും കോവാലൻ ബന്ധനത്തെക്കുറിച്ചും നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പോളാർ ബോഡീസ് അല്ലെങ്കിൽ പോളാർ കോമ്പൗണ്ട്സ് എന്താണെന്ന്, പോളാർ സംയുക്തങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. എന്നിട്ട് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ സാർമാരെ അറിയിക്കണം. ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും, അതായത് മനസ്സിലാവാത്ത കേടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഒരു ചാപ്റ്ററും കൂടി, ഒരു സെക്ഷനും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. രാസബന്ധനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.